ജൂലൈ 7th. അന്നായിരുന്നു ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശീലങ്ങളുടെ ആദ്യ 21 ദിവസത്തെ പരിപാടി നമ്മൾ ആരംഭിച്ചത്. 100 കണക്കിന് ആളുകൾ നമ്മളോടൊപ്പം ചേർന്നു. പുതിയ ശീലങ്ങൾ സ്വീകരിക്കാനും ശാശ്വതമായ മാറ്റങ്ങൾ വരുത്താനും ആകാംക്ഷയോടെ. ഇത് പലർക്കും ഒരു പരിവർത്തന യാത്രയുടെ തുടക്കമായിരുന്നു. ഈ യാത്രയിൽ അവർ പ്രമോഷനും സ്വപ്ന ജോലികളും യാഥാർത്ഥ്യമാക്കി. ചിലർ അഭിനിവേശങ്ങൾ ജ്വലിപ്പിക്കുകയും തീഷ്ണതയോടെ പിന്തുടരുകയും ചെയ്തു. മറ്റു ചിലർ ഭയങ്ങളെ അതിശയകരമായി ധൈര്യത്തോടെ നേരിട്ടു പ്രചോദനം കൊള്ളിപ്പിച്ചു. ഓരോ പങ്കാളിക്കും മാറ്റത്തിൻ്റെ പ്രചോദനകരമായ ഓരോ കഥയുണ്ട്. ഇത് ഒരു പ്രോഗ്രാമിനേക്കാൾ മാറ്റത്തിലേക്കുള്ള സഞ്ചാരമാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങളുടെ പരിവർത്തന യാത്ര ഇന്ന് ആരംഭിക്കട്ടെ. 1, 2, 3. ഗുഡ് മോർണിംഗ്. ഇതൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലങ്സ്, ഇതിനെയൊക്കെയാണ് മെയിൻലി. അതെല്ലാം ബിൽഡ് ചെയ്തേക്കുന്ന മസിൽസ് കൊണ്ടാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മൾ എത്ര വെൽ മെയിൻറ്റെയിൻഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഫിറ്റ് ആവാന്ന് മാത്രം എന്നുള്ളതല്ല, കോൺഫിഡന്റ് ആവാന്നുള്ളത് മാത്രം എന്നുള്ളതല്ല, അത് നമ്മുടെ മെന്റലി വരുന്ന സമയത്തും ഫിസിക്കലി വരുന്ന സമയത്തും നമ്മൾ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഒരു 2.5 വർഷമായിട്ടേ ഞാൻ മോളെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ. ഒന്നുമില്ല, ശരിക്കും എന്റെ കയ്യിൽ 2 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പോലും ഒരാളും ഇല്ലാത്തൊരു ടൈമില് യാദൃശ്യമായിട്ടാണ് ഞാൻ എന്താ പറയുക വേറൊരു ലെവലിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. എല്ലാരും എന്നെയും മക്കളെയും ഭയങ്കര അതിശയത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്റെ മോനെ കൂടി ഇതിനകത്തോട്ട് ഒന്ന് മോളെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നേ. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന്റെ തലേന്ന് അവൻ ഇങ്ങോട്ട് അതെന്ന് പറഞ്ഞ് ഞാനും കൂടി ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവനും ഇപ്പൊ രാവിലെ എന്നോടൊപ്പം എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ഉണ്ട് എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. പേരെന്താണ്? സഞ്ജയ് എന്നാ മോന്റെ പേര്. അവൻ +2 പഠിക്കുവാണ്. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മോളോട് സംസാരിക്കണം, മോളെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞേ ഇനി നമുക്ക് മീറ്റ് ചെയ്യാൻ പോണോന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സും ഗോപികയും കിട്ടുന്നത്. പക്ഷേ ഈ ക്ലാസ് തുടങ്ങുന്ന ആ ദിവസം ഞാനൊരു തീരുമാനം എടുത്തു. ഗോപികയുടെ ഈ ക്ലാസ് തുടങ്ങി 2ാമത്തെ ദിവസം വരെ, ഫസ്റ്റ് ദിവസം ക്ലാസ് തുടങ്ങുന്ന ദിവസം ഞാൻ ചെയ്ത ഒരു പണി എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ഇറങ്ങി ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. അപ്പം നേരെ ആവണം എന്ന ചിന്ത കൊണ്ട് ഞാനൊരു 3 ആളെ എക്സസൈസ് ക്ലാസ്സിനും ഓൺലൈൻ എക്സസൈസ് ക്ലാസ്സിനായിട്ടും ഫേസ് യോഗ ഈ 2 ക്ലാസ്സിന് വേണ്ടി 3 ആളേ ഉള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. അവരെ വെച്ച് ഞാനൊരു ക്ലാസ് തുടങ്ങി. ഇതേ ദിവസം സൺഡേ ഈ ക്ലാസ് തുടങ്ങി, അതേ ദിവസം സൺഡേ ആയിരുന്നു അത് തുടങ്ങി. പക്ഷെ ആ ഫസ്റ്റ് ദിവസം തന്നെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ സംഭവിച്ചത് എനിക്കൊരു പിടിയില്ല. കാരണം ആ ദിവസം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അതിന് കാരണം എക്സസൈസും കൂടിയാണ്. ഗോപിക പറയുന്നത് വളരെ ശരിയാണ്. നമ്മളെ മനസ്സുപോലെ നമ്മുടെ ശരീരം കൂടെ എല്ലാത്തിനും കാരണം മനസ്സാണ്. നമ്മളെ മനസ്സ് തളർന്നാ പിന്നെ ഒന്നിനും പറ്റില്ല. പക്ഷെ ഒരിക്കലും ആരും മനസ്സ് തളർത്താതിരിക്കാൻ ടൈം കീപ്പ് ചെയ്യുക, നമ്മൾ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുന്നത്, ഇതെല്ലാം ഒരു ഫിക്സഡ് ടൈം കീപ്പ് ചെയ്യുക. മിനിമം ഒരു 6 hours ഉറങ്ങുക. ആ റെസ്റ്റ് റിക്കവറി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, നമ്മുടെ ഓർമ്മക്കുറവ്, ഇതിനെല്ലാം കാരണമാകും നമ്മൾ ഈ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു വേദിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അവരുടെ മീറ്റിംഗ് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അവരുടെ ബോഡി തന്നെ നല്ലൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലൊരു കോൺഫിഡൻസ് നമുക്ക് സെൽഫായിട്ട് തന്നെ കിട്ടും, അല്ലേ? അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ഈ ഒരു ക്ലാസ്സിനും നന്ദി പറയാം, ഗോപികയ്ക്കും നന്ദി പറയാം, ഗോപികയുടെ പാരന്റ്സിനും നന്ദി പറയാം. ഗോപിയുടെ ക്ലാസ്സിൽ ഞാൻ ചേരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പോസിറ്റീവ് എനർജി വേണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരിതാണ്. നമ്മളീ ഒരു അപ്പൂപ്പൻ താടി പറന്നു പോകുന്ന ഒരു സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പറന്നു പോകുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഫീലായി. എനിക്ക് സന്തോഷം. ഉള്ള ഇതാണെങ്കിലും നമുക്കത് വിട്ട് കളയണം. അത് ആ സമയത്ത് വിട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഘോഷമായിട്ട് മാറുന്നു. എനിക്ക് പല മെസ്സേജുകൾ എനിക്ക് പല രൂപത്തില്. നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ സന്ധ്യക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മൈൻഡിൽ നിന്ന് തന്നെ എനിക്കൊരു ഇത് വരികയാണ്. ഓപ്പൺ യുവർ ഹേർട്ട് എന്ന് എന്നോട് തന്നെ ഉള്ളിൽ നിന്ന് പറയുന്നവർ, ഓപ്പൺ യുവർ ഹാർട്ട്, എല്ലാവരോടും നീ ക്ഷമിക്കൂ, മനസ്സുകൊണ്ട് ക്ഷമ പറയൂ എന്ന്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കത്.
പിറ്റേന്ന് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കതൊരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു. ഞാൻ ചെയ്യണമെന്ന് ഒരുപാട് കാലങ്ങൾ മുന്നേ ആഗ്രഹിച്ച് ചെയ്യാൻ പറ്റാതെ മടിച്ചിരുന്നൊരു കാര്യം ഗോപുവിന്റെ ഒരൊറ്റ പുഷിൽ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനത് റുട്ടീനാക്കി. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആക്ച്വലി എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന ഒരാളായിരുന്നില്ല. വൺസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ് എനിക്ക് ഭയങ്കര മൈൻഡിന് ഭയങ്കര ഒരു മത്സ്യ പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് മാറണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ മന്ത് ഞാനാണ് ബെസ്റ്റ് പെർഫോമർ. 12-13 സെയിലാണ് ഞാൻ കൊണ്ടുവന്നിട്ട്. നാളെ ഒരു സെയിൽ കൂടി വരാണ്. അപ്പൊ 13 സെയിലാണ് ഞാൻ ടോട്ടല് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ ഗോപികയുടെ ഈ ഇൻസ്പിറേഷൻ കൊണ്ട് തന്നെ എനിക്കൊന്ന് വായ തുറക്കാൻ പറ്റി. എല്ലാവരുമായിട്ടൊന്നും, അല്ലെങ്കിൽ ഞാൻ ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കാറേ ഉള്ളൂ. എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു ശ്ലോകം ചൊല്ലി. അത് വലിയ ആഗ്രഹമായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച പറയായിരുന്നല്ലോ. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു. ഞങ്ങൾ 3-4 പേര് നല്ലോണം നീന്തി തുടിച്ച് കുളിച്ച് അക്ഷര ശ്ലോകം ചൊല്ലി. പിന്നെ പുൽമേട്ടിലും അങ്ങനെ വീഴുന്നെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇത്രയും സന്തോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ബോധേഡ് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അതിന് ലീവ് ചെയ്തു. അതില്ല, ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഇനി സന്തോഷം ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഗോപുവിന്റെ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും ഒരിക്കലും തീരില്ല. ഇത് ഞാൻ എഴുതിയെടുത്തു. ഇത് എഴുതിയെടുത്തപ്പോൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്തോ ഒന്ന് എനിക്ക് മനസ്സിൽ സംഭവിച്ചു. എവിടെയോ എന്തോ ഒരു തട്ട് കിട്ടിയ പോലെ. അത് ഞാൻ കൃത്യമായിട്ട് അതാരോ അപ്പം എൻ്റെ ഇടയിൽ സംശയം ചോദിച്ചത് എന്താണ് ആ വാചകം. ഗോപു ഒന്നുകൂടെ അത് വൃത്തിയായിട്ട് പറഞ്ഞു. ഈ ഒരു ഉടമസ്ഥാവകാശം എന്ന വാക്കിൻ്റെ വലിപ്പം എന്താണ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ടാമ്പറിങ് ആവശ്യമാണ് എന്നിൽ നിന്ന്, അങ്ങനത്തെ ഒന്നും ചിന്തിക്കാത്ത ഒരാളായിരുന്നു ലിറ്ററലി. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു 3-4 ദിവസമാണ് ഞാനത് ശരിക്കും മനസ്സിലാക്കിയത്. പലതും ഞാൻ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ. പക്ഷെ അതിലൊന്നും ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമായിരുന്നത്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. കാരണം ഞാനത് എന്നെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ആലോചിക്കുകയോ ചെയ്യുകയോ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ഉടമസ്ഥാവകാശം എന്നിലാണ്. ഞാൻ കാര്യങ്ങൾ, അതായത് ഒരു കെട്ടിക്കിടന്ന വെള്ളത്തിന് ഒരു ഔട്ട്ലെറ്റ് ഇപ്പൊ തുറന്നു കിട്ടി. അത് ഗോപുവിലൂടെയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒരു എന്താ പറയാ, ഒരു വെളിച്ചം ഇതാണ് എന്നുള്ളത് എനിക്ക് ഗോപുവിന്റെ ചില വാചകങ്ങളിലൂടെ കിട്ടി. ഇപ്പൊ പ്രായത്തിൽ ഇപ്പൊ എന്നെക്കാൾ ഒരുപാട് ഇളയതാണെങ്കിലും എനിക്ക് ആ ഒരു ഹയർ ഇതായിട്ടുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടാക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം. അതുപോലെ തന്നെ എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഒറ്റപ്പെട്ടു പോയൊരു ജീവിതത്തിലുണ്ടാവും. അവരെയൊക്കെ സഹായിക്കണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നിൽ വരികയും അതുപോലെയുള്ള എന്നെ പോലെയുള്ള കുറേ പേരെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയൊക്കെ ചെയ്ത്. കഴിഞ്ഞ ദിവസം എൻ്റെ വെഡിങ് ഡേ ആയിരുന്നു. അന്ന് ഞാൻ ഭയങ്കര ഡിസ്റ്റർബറായിരുന്നു. അപ്പം ഞാൻ ഗോപുവിന് ഇങ്ങനെ മെസ്സേജ് ഇട്ട്, ഗോപു എൻ്റെ വെഡിങ് ഡേ ആണ്, എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ആരും ഇല്ല, മക്കളും അടുത്തില്ല, ഹസ്ബൻഡും പോയല്ലോ. അപ്പം ഒന്നും ഈ ദിവസത്തെ ഒന്നും എനിക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഗോപു പറഞ്ഞ് ഒരു കാര്യം ചെയ്യൂ, എന്തേലും ഒന്ന് വാങ്ങി നമുക്ക് തന്നെയായിട്ട്, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പുറത്ത് പോയി. മോൻ എനിക്ക് പൈസ ഇട്ട്, അപ്പം മോൻ എന്നോട് ആദ്യം ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ അയച്ചു തരട്ടെയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, എനിക്ക് അതിനുള്ള മൂഡില്ലായിരുന്നു. പക്ഷെ ഗോപുവിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ എന്ന പൈസ ഇട്ടോ, എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ഞാനൊരു ബാഗ് വാങ്ങി അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട്